ലാ 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 ലാ. നിസുസ നിസുസ ഗരി നിസുസ നിസുസ ഗരി. ആരും പേടിക്കണ്ട, അണ്ണന്റെ കാസറ്റ് ഒന്ന് കുരുങ്ങിയതാ. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കറി വിടലും വീടാണീ വീട്, കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. ഇന്ന് കളിയാക്കുന്നവർ നാളെയും മറ്റന്നാളും കളിയാക്കും. കൂട്ടുകുടുംബം ഭാഗം വെപ്പിക്കാൻ പുള്ളിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. അതാണ് ഈ പാട്ട് കഴിഞ്ഞതിന് ശേഷം അണ്ണനെ കുടുംബക്കാരെല്ലാരും കൂടെ ചേർന്ന് സമാധിയാക്കിയെന്നാണ് കേട്ടത്. എടാ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോരുന്നെങ്കിൽ അമ്മാരെ ജനറേഷൻ ഇതോടുകൂടി അങ്ങ് തീർന്നേ. കൊണ്ട് നീട്ടി വെച്ചു വിടാൻ വെട്ടിക്കളിക്കാൻ. അതോടെ നിന്റെ കഴപ്പങ്ങ് തീരുമല്ലോ. ഇനി വല്ല എഡിറ്റിംഗ് വല്ല വേണമെന്തോ. സാമാന്യം മുറിയാതെ അത്ര പെർഫെക്ഷനിൽ കണ്ണും കെട്ടി വെട്ടിയത്. പോന്നായിയേ ആ വീട്ടിൽ നനിച്ച് പോന്നായിയേ ആ വീട്ടിൽ നനിച്ച് പോന്നായിയേ ആ വീട്ടിൽ നനിച്ച് പോന്നായിയേ. എന്തോടാ കീ കൊടുത്ത് വെച്ചിക്കണടാ ആരേലും? ആ വീട്ടിൽ നനിച്ച് പോന്നായിയേ പോവൂല നായിയേ പോന്നായിയേ പോവൂല. ആ വീട്ടിൽ നനിച്ച് പോന്നായിയേ. ലിക്കറെല്ലാം പോലെ അല്ലേ അണ്ണ പോന്നായിയോ പോന്നായോ പറഞ്ഞോണ്ടിരിക്കണം. എന്തെല്ലാം തീരും ഇത്. സേവ് ചെയ്ത് വെക്കാം, അലാറം ടൂൺ എടുക്കാം. പോന്നായിയേ താവോളി താവോളി എന്ന് പറഞ്ഞാ താപ്പ തരൂ. ഇവിടെ കണ്ണൂര് ബഹുമാനിച്ചിട്ട് പറയുന്ന. നമ്മുടെ നാട്ടിൽ പോയി പറഞ്ഞാൽ മതി, അപ്പോഴേ കാലത്ത് തൂക്കി തറയടിക്കും. പിന്നെ ഏളിന്നും പറയാൻ ആള് ബാക്കി കാണൂല. ഇത്ര കാലമായി കണ്ണൂർ ജീവിച്ചിട്ട് നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ. ആകെ അറിയാവുന്ന ഓളി ഇവിടെ എഴുതാനും പറ്റത്തില്ല. നമ്മളിതിലില്ല, നമ്മള് കണ്ടാ മതി. നോക്കിയാട്ടെ നിങ്ങള്. പോളി എന്ന് പറഞ്ഞാ പോപ്പ, ഇരിക്കോളി എന്ന് പറഞ്ഞാ ഇരിക്കപ്പ, ബാവോളി എന്ന് പറഞ്ഞാ ബാപ്പ. അപ്പൊ നമ്മുടെ ഊച്ചാലെന്ന് പറഞ്ഞാ എന്തിട്ടാ ഉപ്പാന്ന പോളി. ഞാൻ ആലോചിക്കാറേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നീ ഇതെങ്ങനെ നമ്മുടെ ബുഡാടാവിനോട് പറഞ്ഞാലോ. എടാ കണ്ണൂർക്കാർ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ. പോളി പോന്നായിയേ. എടാ ആദ്യം നീ നിന്റെ കാലൊന്ന് താത്തി വേ, ഇല്ലെങ്കിൽ പുളിറങ്ങ് നിന്റെ പുള്ളേനത്തോടും. മരം പോടാ, പോയി നിക്കറോടാ പോടാ. പോളി കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുത്താൽ ശരിയാവും. ചവാലിപ്പെട്ടിക്ക് ഏറ് കൊണ്ടുപോലെ ഉണ്ട്. പോളി മൈ മമ്മ് ഡാഡ്. വൈബ് ഫാമിലി. അവരെ കണ്ടാലും പറയല്ലോ അല്ലേ ഇത്രയും വലിയ മോഹനോടൊന്ന്. തന്തപ്പടി ഒരു ചെറുപ്പക്കാരല്ലേ? ജാതിയും മതവും പറഞ്ഞ് വിദ്വേഷം പരത്തുന്ന ഈ കാലത്ത് കൃഷ്ണനും യാഷുവും ഒരുമിച്ചൊരു വീട്ടിൽ സ്ഥാനം കൊടുത്ത വീട്ടുകാർക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഇതിന്റെ ഇടയിൽ നീ ഇതും ശ്രദ്ധിച്ചാടാ? ആൾക്കാരെ കണ്ണു വേണം. ഓക്കെ, എന്തായാലും ലവ് മാരേജ് ആവാനാണ് ചാൻസ്. അല്ലാതെ ഇത്ര വൈബ് കാണാൻ വേറെ വഴിയൊന്നും കാണുന്നില്ല. മധുമൊയ്രാതെ നിന്നെ തേടി എന്തുവാടാ ബലൂനി കാറ്റഴിച്ചു വിട്ടതാടാ? ഹരിമുരളീരവം പ്രണയമാകുമോ നിന്നെ തേടി മധുമൊയ്രാതെ എന്നൊരു മതികരമെല്ലാം നിൻ ചുടി വിശ്വാസമറിയുകയല്ലോ ജനഗണമതിനായക ജയ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. മധുമഴി രാധെ തുടങ്ങിയിട്ട് ജനഗണമനയാണ് അവസാനിച്ചത്. അതിന്റെ ഇടയിൽ അവിടെ ഒരു ആൽബത്തിന്റെ ടച്ചും വന്നു. ചിരിക്കാനും കഴിയുന്നില്ല, കരയാനും കഴിയുന്നില്ല, ഒരു മരവിപ്പ് മാത്രം. അവന്മാര് എവിടെ തുടങ്ങിയെന്നോ എവിടെ അവസാനിച്ചെന്നോ അവന്മാർക്ക് തന്നെ ഒരു പിടിയുമില്ല. അതിന്റെ ഇടയിൽ അവൻ ഭയങ്കര സപ്പോർട്ട്.
രവം പോന്നായിയേ. ശരിക്കും ആ ഇടയിൽ ഒരു വീഴുന്ന ഫീൽ ഇട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ വീഴുന്ന സ്വപ്നം? ഇതല്ല, എത്ര ഓടാൻ ശ്രമിച്ചാലും സ്ലോ മോഷനിൽ പോകുന്ന ഒരു ഐറ്റം ഉണ്ട്, സൂപ്പറാ. എടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വപ്നം കാണും. കുഞ്ഞിലോട്ടേ വല്ലപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു സ്വപ്നമാണ്. ഒരു വലിയൊരു സാധനം ഇങ്ങനെ ഉരുണ്ട് പറഞ്ഞത്. എനിക്ക് ഓടി വിളിക്കാനാണെങ്കിൽ ഒരു സ്പേസും ഇല്ല. പോളി. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വെറൈറ്റി സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടാ. അല്ല തൊണ്ടും തുക്കടാക്കികളും കണ്ടാന്ന് വന്ന് കമന്റ് ചെയ്യരുത്. വെറൈറ്റി ആയിട്ടൊക്കെ കണ്ടിട്ടുള്ളത് കമന്റ് ചെയ്യട്ടാ. Mana dagingnya mana? Kasih lihat sini. Ada nih. Oh my god. എന്തുവാടാ അത്? ചേനത്തണ്ടനാ? എടാ ഞാൻ വിചാരിച്ചത് കപ്പ ഒഴുകിയതായിരിക്കുമെന്ന്. ചേർക്കൻ കടിച്ച് പറിക്കണൊക്കെയാണ്. നമ്മള് കരിമ്പ് തിന്നുന്ന പോലെയാണല്ലോ ഇവന്മാര് പാമ്പിനെ തിന്നുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ നാട്ടിലെ ഓരോരോ രീതികളല്ലേ. അവന്മാര് പാമ്പിനെയും പഴുതാരിനെയും തിന്നണ്, നമ്മള് കോഴിയും പോത്തിനെയൊക്കെ തിന്നണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. കടിച്ചു. ആദ്യമായിട്ടാണ് ഒരാളുടെ മുന്നിൽ തോക്കുന്നുണ്ടതാ. മലയാളി എന്റെ മൂഹിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. കളിയാക്കണ്ട, അത് അനുഭവിച്ചവർക്കേ അറിയോ എന്റെ വേദന. ഇതിന്റെയൊക്കെ കടിയുണ്ട നക്ഷത്രം ഉണ്ടെന്നത് മാത്രമല്ല, ഏഴാനാഘോഷം കണ്ടിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ കോക്രോച്ചിനെ ഫ്രൈ ആക്കണ കണ്ടിട്ടുണ്ടോ? ഇത് നമ്മൾ ഫ്രൈ ആക്കാൻ കൊടുക്കുന്നതൊന്നല്ല കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ കെൻസ്ബെറ്റ്സ് അയച്ചു തന്നതാണ് കേട്ടോ. ഇതിനെ നമ്മൾ പെറ്റാക്കി വളർത്തുന്നതാണ്. ഇതിന്റെ പേരെന്താ വെച്ചാൽ മഡഗാസ്കർ ഇസ്സിങ് കോക്രോച്ച് എന്ന് പറയാം. അപ്പൊ എടാ ഇതിനെ ആൾക്കാർ വളർത്താനും തുടങ്ങിയാടാ. തൊള്ള കിട്ടാത്തൊരു പേരായതുകൊണ്ട് തന്നെ നമ്മൾ കോക്രോച്ച് മാത്രമായിട്ട് അവനെ പറയണേ. അപ്പോൾ ഇത് ഒരു പെയറായിട്ടാണ് കേട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ആള് ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയാലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു എന്താ വെച്ചാൽ അത്യാവശ്യം ടൈം എടുത്തോണ്ട് തന്നെ ആളല്ല ടയേർഡ് ആയിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് വലിയ ഉഷാറും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ കൂടുതൽ അതിനെ എടുത്ത് കളിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. പലരും ചോദിക്കും ഇതിനൊക്കെ വളർത്താൻ വട്ടാണോ ഭ്രാന്താണെന്നൊക്കെ ചോദിക്കും. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നിനക്കെന്താ ഭ്രാന്താടാ? ഗൾഫിൽ നിന്ന് വരുമ്പോ പ്രവാസികളടുത്ത് പറയാം, പാറ്റയ്ക്ക് പാറ്റ, മൂട്ടയ്ക്ക് മൂട്ട, കണ്ടെയ്നർ കണക്കെ കൊണ്ടിറക്കി തരും നിനക്ക്. പ്രത്യേകിച്ച് ബെഡ് സ്പേസിൽ കിടക്കുന്നവർക്ക് ചോദിച്ചാൽ മതി. മൂട്ടേരെന്ന് ചന്തി കേസ് കിട്ടാത്ത ഒരു പ്രവാസികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ എംബർ സ്കോർപ്പിയോണ് ബ്രീഡ് ആയതിന്റെ ശേഷം തന്നെ നമ്മൾ മെയിലും ഫീമെയിലും ആയിട്ട് സെപ്പറേറ്റ് ആക്കിയിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് ദിവസമായിട്ട് അവർ തമ്മിൽ ഒരുമിച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇപ്പൊ നമ്മളും വിചാരിച്ചു എത്ര കാലം എന്ന് വെച്ചിട്ടാണ് അവരെ സെപ്പറേറ്റ് ആക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് അവർ തമ്മിൽ ഒരുമിച്ചിടാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഒരുമിച്ചിട്ടാലല്ല നമുക്ക് ഇനിയും കുട്ടികൾ ഉണ്ടാവുന്ന വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചതിലോട്ട് തന്നെ ആക്കണം. ഇവരങ്ങനെ പണ്ടേ അറ്റാക്കിംഗ് മൈൻഡ് ഒന്നും ഇല്ല. പിന്നെ നമ്മൾ ബേബീസിനൊന്നും കൊല്ലണ്ടെന്ന് വെച്ചിട്ടായിരുന്നു അവരെ സെപ്പറേറ്റ് ആക്കിയത്. ഇന്നിപ്പോ നമ്മൾ രണ്ടാളും കൂടി ഒരുമിച്ച് തന്നെ ഇടാനുള്ള പ്ലാനിങ് ആണ്. എടാ ഇതിന് വിഷം ഇല്ലടാ. നിനക്ക് പറ്റിയ സ്ഥലം ഇതല്ല, നരകത്തിലോട്ട് വിട്ടോ. അവിടെയാണ് ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡ്. പൂച്ചേനെയും പട്ടീനെയൊക്കെ വളർത്തണം കണ്ടിട്ടുണ്ട്. ഈ പാറ്റേനെയും തെളിനെയൊക്കെ വളർത്തണം ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളൊക്കെ തല്ലിക്കൊല്ലണ സാധനത്തിനാണ് ചെറുക്കെടുത്ത് വെച്ച് വളർത്തുന്നത്. എന്തായാലും കൊള്ളാം, വെറൈറ്റി ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ വീഡിയോസ് കുറച്ച് കിടപ്പുണ്ട്. അതുമായിട്ട് അടുത്ത ആഴ്ച വരാം. ടാറ്റാ, ബൈ ബൈ.